നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിയെന്നും കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ആശങ്കയും വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം കലാജാഥ വേനൽ തുമ്പിക്ക് രാമഗിരി കീറ്റുവളപ്പിൽ സ്വീകരണം നൽകി. കലാജാഥ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കിഴക്കേ വെള്ളിക്കോത്ത് അറിയാലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാന ലക്ഷം ദീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തരാണ് ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളായത്. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് വെച്ചാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിന് ചരിത്ര നേട്ടങ്ങൾ നൽകിയ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച് വിജയിച്ചു വന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിൽ LDF സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് ഏറെ വൈകാരിക തലമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2016 തകർന്നടിഞ്ഞു കിടന്ന നാടിനെയാണ് കേരള ജനത ഭരണമേൽപ്പിച്ചത്. ദൌത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെന്നും പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങിയ പ്രതിസന്ധികൾ മറികടന്നാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായങ്ങൾ നിഷേധിച്ചിട്ടും അതിജീവനത്തിന്റെ പാതയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, V അബ്ദുൾ റഹ്മാൻ, MLA മാരായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, S ഹരിദർശൻ, മാധവൻ മണിയറ, PP പ്രസന്നകുമാരി, CS സുജാത, M മനു, S ഹരികിഷോർ എന്നിവർ സംസാരിച്ചു. സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. ഏപ്രിൽ 27 വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള പവലിയനുകൾ ഉൾക്കൊള്ളുന്ന എന്റെ കേരളം പ്രദർശനം പിലിക്കോട് കാലിക്കടവ് മൈതാനിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളി. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ആശങ്കയും വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു എൽസ്റ്റോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് അവിടെ ഒരു സ്പെഷ്യൽ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ ആദ്യഘട്ടം മുതലേ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒക്ടോബർ 4-ാം തീയതി, അതായത് ദുരന്തമുണ്ടായി 2 മാസക്കാലം കഴിഞ്ഞ ഉടനെ എൽസ്റ്റോണിലെയും നെടുമ്പാലയിലെയും ഭൂമി ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ശരിയായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ മുതൽ നമ്മൾ വാദിക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് ഉടനെ തന്നെ കോടതിയുടെ സ്റ്റേ ഉണ്ടായതുകൊണ്ട് ഡിസംബർ 27 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഡിസംബർ 27 അവിടെ ഒരു സൂചന പൊസഷൻ മാത്രം ഏറ്റെടുക്കാനുള്ള അനുവാദമാണ് നമുക്ക് നൽകിയത്. അതായത് ഉദ്ഘാടന പരിപാടികൾ നടത്താൻ ഡിസംബർ 27 അകത്തു പ്രവേശിച്ച് നടപടികൾ നടത്താനുള്ള അനുവാദമാണ് നൽകിയത്. പിന്നെയും പണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലുണ്ടായി. ആ കേസിലും ഉണ്ടായ ഒരു വിധി സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുക്കാനും പിന്നീട് സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുത്തതിന് ശേഷം ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്നുമായിരുന്നു. അതിനുശേഷം കോടതി
44 കോടി രൂപ ആദ്യം കെട്ടിവെച്ച് 26 കോടി രൂപയ്ക്ക് പുറമെ 17 കോടി രൂപ കൂടി കെട്ടിവെക്കാനുള്ള നിർദ്ദേശം നൽകി റിട്ടപ്പീൽ. എന്നാൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ഭാരവാഹികൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിലൊന്നാമത്തെ പ്രശ്നം DM ആക്ട് പ്രകാരം ഭൂമി കൈവശം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം 42 കോടി രൂപ പോരാ, അധികമായ സംഖ്യ വേണം എന്നായിരുന്നു. സാധാരണ നിലയിൽ അങ്ങനെ SLP വന്നാൽ 2-3 കാര്യങ്ങൾ കോടതിക്ക് ചെയ്യാം. പക്ഷേ SLP പൂർണ്ണമായും ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറത്തിറക്കേണ്ടത്. ഈ കോടതിയിൽ ഇനി ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിൽ മറ്റൊരു വാദവും നടക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടായി. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചു. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചത്. KSRTCയിൽ ഏപ്രിൽ 30 നടക്കുന്ന റഫറൻഡത്തിനെതിരെ മുന്നോടിയായാണ് TDFന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അതിജീവന യാത്ര കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ എത്തിച്ചേർന്നത്. MLA M വിൻസെന്റ് ആണ് യാത്ര നയിക്കുന്നത്. അതിജീവന യാത്രയ്ക്ക് TDF കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ റഫറൻഡം നടക്കാൻ പോവുകയാണ്. റഫറൻഡത്തിന് മുമ്പായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ്. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ സന്തോഷത്തോടെ നോക്കിക്കണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഒരു കാലത്തെ ചെറുപ്പക്കാരുടെ അവരുടെ ജോലി എന്ന് പറയുമ്പോൾ അവരാദ്യമായി അവർ ശ്രദ്ധിച്ചത് KSRTCയിൽ ഒരു ജോലി കിട്ടുമോ എന്നതാണ്. ഇന്നിപ്പോൾ KSRTC എന്നെങ്കിലും പിരിഞ്ഞു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അത്ര ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. N സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M വിൻസെന്റ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രദീപ് കുമാർ, ബിജു ജോൺ, AN രാജേഷ്, PM പ്രതീഷ് കുമാർ, S സന്തോഷ് ബാബു, MV പത്മനാഭൻ, ഷംസുദ്ദീൻ PK എന്നിവർ സംസാരിച്ചു. TDF യൂണിറ്റ് പ്രസിഡന്റ് M മധു സ്വാഗതവും യൂണിറ്റ് ട്രഷറർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലസംഘം കലാജാഥ വേനൽ തുമ്പിക്ക് രാമഗിരി കീറ്റ് വളപ്പിൽ സ്വീകരണം നൽകി. കലാജാഥ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളിൽ സർഗവാസനയും ശാസ്ത്രാഭിരുചികളും വളർത്തുന്നതിന് വേണ്ടി വേനൽ അവധിക്കാലത്ത് ബാലസംഘം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ വേനൽ തുമ്പി കലാജാഥയുടെ കാഞ്ഞങ്ങാട് ഏരിയാതല കലാജാഥയ്ക്ക് ചിത്താരി വില്ലേജിലെ രാമഗിരി കീറ്റ് വളപ്പിൽ പ്രൗഢോജ്വലമായ സ്വീകരണം ഒരുക്കി. ബാൻഡ് മേളം, പുഷ്പവൃഷ്ടി, ഹാരാർപ്പണം, മുദ്രാവാക്യങ്ങൾ, വെടിക്കെട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടി ജാഥ അംഗങ്ങളെ സ്വീകരണ കേന്ദ്രമായ കീറ്റ് വളപ്പിലേക്ക് ആനയിച്ചു. സംഘാടക സമിതി ചെയർമാൻ P രാധാകൃഷ്ണൻ, കൺവീനർ ദീപ പ്രവീൺ, ചിത്താരി വില്ലേജ് രക്ഷാധികാരി കൺവീനർ A പവിത്രൻ മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുട്ടികൾക്ക് കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുളിർമയായി പെയ്തിറങ്ങിയാണ് വേനൽത്തുമ്പി കലാജാഥകൾ. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് അതിനേറെ പ്രസക്തി വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറകൾ. ഈ പുതിയ കാലത്ത് ലഹരിയും അതുപോലെ തന്നെ മറ്റ് ദുഷിച്ച പ്രവണതകൾ ഏറി വരുന്ന ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കലകൾക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ളത് ഒരു തിരിച്ചറിവ് യാഥാർത്ഥ്യമാണ്.
തുടർന്ന് വേനൽത്തുമ്പി കലാജാഥ അംഗങ്ങൾ സംഗീതശില്പം, ലഘുനാടകങ്ങൾ, നാടൻപാട്ടുകൾ തുടങ്ങി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് പരിപാടികൾ അവതരിപ്പിച്ച വേനൽത്തുമ്പി കലാജാഥ അംഗങ്ങൾക്ക് കെ സബീഷ്, പി കൃഷ്ണൻ കോടാട്ട്, ശാന്തകുമാരി, സുരേന്ദ്രൻ, കെ വി ബാലകൃഷ്ണൻ രാമഗിരി, കെ ചന്ദ്രൻ, കെ വി അശോകൻ, എസ് ശശി, എ ഗംഗാധരൻ, ജിതിൻ രാമഗിരി, കെ പവിത്രൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രേവതി കൊളവയൽ ജാഥ ലീഡറും, തേജസ് രാമഗിരി ഡെപ്യൂട്ടി ലീഡറും, രാജേഷ് TV മാനേജറും, ഉഷ കിഴക്കുംകര ഡെപ്യൂട്ടി മാനേജറുമായ കാഞ്ഞങ്ങാട് ഏരിയ തല വേനൽത്തുമ്പി കലാജാഥ ഇനിയുള്ള ദിവസങ്ങളിലും ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കേ വെള്ളിക്കോത്ത് അറിയാലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. കിഴക്കേ വെള്ളിക്കോത്ത് അറിയാലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും ചാമുണ്ടിയമ്മയുടെ പുറപ്പാടും നടന്നു. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും അഗ്നിപ്രവേശവും നടന്നു. നിരവധി ആളുകളാണ് ഒറ്റക്കോല മഹോത്സവം ദർശിക്കാനായി കിഴക്കേ വെള്ളിക്കോത്ത് അറിയാലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തേക്ക് എത്തിയത്. തുടർന്ന് അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കോല കോലധാരി കാർത്തികേയ പണിക്കർ സ്ഥാനപ്പേര് നൽകി പട്ടും വളയും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനം ലക്ഷം ദീപസമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തരാണ് ലക്ഷം ദീപസമർപ്പണത്തിൽ പങ്കാളികളായത്. കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അനേകായിരം ഭക്തരെ സാക്ഷിയാക്കിക്കൊണ്ട് ലക്ഷം ദീപ സമർപ്പണം നടന്നു. ക്ഷേത്രീശ്വരന്മാരുടെയും സ്ഥാനികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ലക്ഷം ദീപ സമർപ്പണ ചടങ്ങ് നടന്നത്. ക്ഷേത്രം പൂജാരി വലിയ വീട്ടിൽ കുഞ്ഞിരാമൻ പൂജാരി ആദ്യ ദീപം തെളിയിച്ചതോടെയാണ് ലക്ഷം ദീപ സമർപ്പണത്തിന് തുടക്കമായത്. ലക്ഷം ദീപ സമർപ്പണ ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും ക്ഷേത്രേശ്വരന്മാരും സ്ഥാനികന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ആയിരങ്ങളാണ് കുതിരക്കാളിയമ്മയുടെ അനുഗ്രഹം തേടി ലക്ഷം ദീപ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത്. ചടങ്ങിൽ വെച്ച് ലക്ഷം ദീപ സമർപ്പണത്തിന് അലങ്കാര സൃഷ്ടി നടത്തി മാറ്റുകൂട്ടിയ
പ്രമുഖ ചുമർ ചിത്രകാരനായ സുശാന്ത് പുഞ്ചക്കരയെ ലക്ഷദ്വീപ് സമർപ്പണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CV ദാമോദരൻ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ CV ദാമോദരൻ, PV ബാലകൃഷ്ണൻ, സുരേഷൻ കപ്പണക്കാൽ, K വിജയൻ, സുരേന്ദ്രൻ ആലിങ്കാൽ, ഉണ്ണി പുഞ്ചക്കര, കുഞ്ഞിരാമൻ എക്കാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംഗീത പഠന സത്രത്തിന് സമാപനമായി. 5 ദിനങ്ങളിലായി കൊടവലം മോഹനത്തിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ സംഗീത ക്ലാസ് സംഘടിപ്പിച്ചത്. 5 ദിനങ്ങളിലായി നടന്ന സൗജന്യ സംഗീത പഠന സത്രത്തിന് സമാപനമായി. കൊടവലം മോഹനത്തിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാവരണ കൃതികളാണ് സംഗീത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പകർന്നു നൽകിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 40-ലധികം സംഗീത വിദ്യാർത്ഥികളാണ് പഠനസത്രത്തിൽ പങ്കെടുക്കാനെത്തിയത്. 18 വർഷമായി ഇദ്ദേഹം സമൂഹ കൃതികളായ ത്യാഗരാജസ്വാമികളുടെ ഗണരാഗ പഞ്ചരത്ന കൃതികൾ, സ്വാതി തിരുനാളിന്റെ നവരാത്രി കൃതികൾ, മുത്തുസ്വാമി ദീക്ഷിതരുടെ നവഗ്രഹ കൃതികൾ, നവാവരണ കൃതികൾ എന്നിവ പഠനസത്രത്തിലൂടെ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്. നവാവരണ കൃതികളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയും അതിൻ്റെ ഒരു പഠന സത്രമാണ് ഇവിടെ നടന്നു വന്നത്. അതിൻ്റെ സമാപനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചേർന്ന് പാടുന്നത്. കമലാംബ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള 11 കൃതികൾ, അതായത് ധ്യാനം, പിന്നെ അതിനുശേഷം ഒരു 8 വിഭക്തികളായിട്ടുള്ള 8 കീർത്തനങ്ങൾ. 10ാമത്തെ കീർത്തനത്തിൽ ആ 8 വിഭക്തിയും ചേർന്ന് വരുന്നുണ്ട്. പിന്നെ 11ാമത്തെ മംഗളം, അങ്ങനെ ഉള്ള രീതിയിലാണ് ഈ കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ കൃതി സമുച്ചയം എന്നാണ് ഇത്തരം കൃതികളെ പറയുന്നത്. അതിപ്പോൾ ത്യാഗരാജസ്വാമികളുടെ പ്രധാനപ്പെട്ട പഞ്ചരത്ന കൃതികൾ, പിന്നെ സ്വാതി തിരുനാളിൻ്റെ നവരാത്രി കീർത്തനങ്ങൾ, അതുപോലെ മുത്തുസ്വാമി ദീക്ഷയുടെ നവഗ്രഹ കൃതികൾ, നവാവരണ കൃതികൾ, ഇതൊക്കെ ഈ കൃതി സമുച്ചയത്തിൽ പെടുന്നതാണ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപനത്തിൽ പക്കമേളത്തിന്റെ അകമ്പടിയോടെ സമൂഹകൃതികളുടെ ആലാപനവും നടന്നു. സംഗീതജ്ഞരായ മനോജ് പയ്യന്നൂർ, ഈശ്വരൻ നമ്പൂതിരി, ഗോപി പട്ടേന, ഷാജി കരിവെള്ളൂർ, TP അഭിജിത്ത്, വിഷ്ണുപ്രിയ, വിഭ, പ്രീതി നീലേശ്വരം, ഗീതാ വിജയൻ എന്നിവർ പങ്കെടുത്തു. വയലിനിൽ ശ്രീവരതയും മൃദംഗത്തിൽ P കണ്ണൻ കാഞ്ഞങ്ങാടും പക്കമേളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വായനക്കളരി സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പദ്ധതി ബാലവേദി കുട്ടികൾക്കായാണ് വായനക്കളരി സംഘടിപ്പിച്ചത്. മാച്ചിപ്പള്ളി MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വായനക്കളരി സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പദ്ധതി ബാലവേദി കുട്ടികൾക്കായി MVS മാച്ചിപ്പള്ളിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാടക സിനിമ നടൻ കൂക്കൽ രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാച്ചിപ്പള്ളി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ഒരു ടെലിഫിലിം ഇറങ്ങിയതായി, വളരെ നല്ല ക്വാളിറ്റിയോടും കൂടി നല്ലൊരു ടെലിഫിലിം ഇറങ്ങിയതായി. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വായന കാര്യങ്ങൾ ഇതൊക്കെ വളരെ ഭംഗിയായി പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് അഭിനയ കലയുടെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു സംഭവമാണ് നാടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒരു നാടകം എടുക്കണം. കുട്ടികളുടേതായാലും വലിയവരുടേതായാലും ഒരു നാടകം എടുക്കണം. നാടകത്തിൻ്റെ കളരി, ഇപ്പോൾ വായന കളരി എന്ന് പറയുന്ന നാടകത്തിൻ്റെ കളരിയിൽ കൂടി അഭിനയിച്ച് കയറിയാലാണ് നിങ്ങൾക്ക് സുഗമമായിട്ട് മറ്റ് അഭിനയ വേദികളിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക. വാർഡ് മെമ്പർ സജ്ജിനി മോൾ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവി അജയൻ കല്ലറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചന്ദ്രശേഖരൻ മാസ്റ്റർ, K പത്മനാഭൻ, സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. MVS സെക്രട്ടറി അനന്തു കൃഷ്ണ സ്വാഗതവും ലൈബ്രറി പ്രസിഡന്റ് അനില വേണുഗോപാൽ നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, മാച്ചിപ്പള്ളി. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ ഹസ്തനെ ഉദയ ചിത്രം തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി. AK കുഞ്ഞിരാമ പണിക്കരാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ ഹസ്തനെ ഉദയ ചിത്രം തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി. AK കുഞ്ഞിരാമ പണിക്കരാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ ചന്തു മേപ്പയ്യൂർ നിർവഹിച്ചിരിക്കുന്നു. ബിനു നെപ്പോളിയനാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. നിവിൻ നാലപ്പാടൻ, അഭിഷേക് എന്നിവരാണ് സഹസംവിധായകന്മാർ. ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വൈശാഖ് സുഗുണനാണ്. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സാമുവൽ എബി. ചിത്രത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി, സച്ചി വൈക്കം. സൗണ്ട് ഡിസൈനർമാർ രഞ്ജു രാജ്, മാത്യു എന്നിവരാണ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് രാകേഷ് റാം, ശ്രീധരൻ നമ്പൂതിരി, സന്തോഷ് മാണിയാട്ട്, ശശി IT എന്നിവരാണ്. ചിത്രത്തിൽ പ്രധാന വേഷമിട്ടിരിക്കുന്നത് ശ്രീധരൻ നമ്പൂതിരി, സന്തോഷ് മാണിയാട്ട്, രാജീവൻ വെള്ളൂർ, ശശി IT, ആതിര, ബിഞ്ചുഷ മേലത്ത്, ലസീത, ലക്ഷ്മണൻ മാസ്റ്റർ, ഷൈനി വിജയൻ, അമ്മിനി ചന്ദ്രാലയം, അശ്വതി, വിജിഷ, പ്രകാശൻ, അധീന, അച്ചു സുധീർ, കുട്ടൻ തൃക്കരിപ്പൂർ, വത്സൻ തൃക്കരിപ്പൂർ തുടങ്ങിയവരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തായലൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാശിയേറിയ പോരാട്ടത്തിൽ BASC അടുക്കം ജേതാക്കളായി. തായലൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ജോളി സൂപ്പർ കപ്പ് 2K25 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കഞ്ചംകല്ല് P. ചന്ദ്രശേഖരൻ നായർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് നടന്നത്. കുറച്ച് മാസത്തെ മാത്രമേ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് പല വീഴ്ചകളും വന്നിട്ടുണ്ടാകും. SIമാരുടെയും അതുപോലെ മറ്റ് പോലീസ് അതെല്ലാം ക്ഷമിക്കണം. നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഒന്നാം സമ്മാനമായ 88,888 രൂപ കൊട്ടുംപുറം ബ്രദേഴ്സാണ് സ്പോൺസർ ചെയ്തത്. രണ്ടാം സമ്മാനമായ 55,555 രൂപ ചെമ്പേയടുക്കത്ത് P. ചന്ദ്രശേഖരൻ നായരുടെ പാവനസ്മരണയ്ക്ക് മകൻ വിനീതാണ് സ്പോൺസർ ചെയ്തത്. BASK അടുക്കം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. മടിക്കൈ കൂക്കളവളപ്പ് തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മടിക്കൈ കൂക്കളവളപ്പ് തറവാട് കുടുംബസംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത S. ഉദ്ഘാടനം നിർവഹിച്ചു. ചിലപ്പോ ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടക്കപ്പായയിൽ കിടക്കുന്ന അമ്മൂമ്മമാര് ചിലപ്പോ ആ മുറിയിലേക്ക് നമ്മളെ മക്കളെ നമ്മൾ വിടില്ല. പക്ഷെ ആ മുറിയിലേക്കാണ് നമ്മളെ മക്കളെ വിടേണ്ടത്. കാരണം നാളെയും നമ്മളും ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്ന നമ്മളെ മക്കളാണ് അത് നമ്മളെ നോക്കേണ്ടത്. ആ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോ നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കേണ്ടത് പലതരത്തിലാണ്. നമ്മളിപ്പോൾ മക്കൾക്ക് ചില ഇപ്പൊ ചെറുപ്പക്കാര് ചിലപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മളാകെ സംസാരിക്കുന്നത് നമ്മളെ നല്ലൊരു സ്മാർട്ട് ഫോണോടാണ്. മാതൃസമിതി പ്രസിഡന്റ് T. മാധവി അധ്യക്ഷത വഹിച്ചു. ഇന്ദിരക്കുട്ടി ടീച്ചർ ബന്തെടുക്ക പ്രഭാഷണം നടത്തി. തറവാട് കാരണവർ അമ്പു തീർത്ഥങ്കര ചടങ്ങിൽ സംബന്ധിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ N. സംസാരിച്ചു. തറവാട് സെക്രട്ടറി K. രഞ്ജിത്ത് സ്വാഗതവും തറവാട് ട്രഷറർ വിനോദ് കുമാർ MK ഉപ്പിലിക്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് LSS SLC +2 ഇന്റർനാഷണൽ അബാക്കസ് ചാമ്പ്യൻഷിപ്പ്, കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ്, ഡിഗ്രി വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വീണു കിട്ടിയ മൊബൈൽ ഫോൺ തിരികെ നൽകി സത്യസന്ധത തെളിയിച്ച ബാബു കൊടവലത്തെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാർ ശ്രീ മക്കാക്കോട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പെരിയാർ ശ്രീ മക്കാക്കോട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി മൂവാളം കുഴിച്ചാമുണ്ടി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
നിരവധി ആളുകളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി പെരിയാശ്രീ മക്കാക്കോട്ട് തറവാട് സന്നിധിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി പടിഞ്ഞാറേ വീട് തറവാടിന്റെ പാതകം വെക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ചെങ്കൽ ശില്പി സന്തോഷ് മണിയാണിയുടെയും തറവാട് കാരണവർ രാഘവൻ മാണിക്കോത്തിന്റെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. നോർത്ത് കോട്ടച്ചേരി പടിഞ്ഞാറേ വീട് തറവാടിന്റെ പാതകം വെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ചെങ്കൽ ശില്പി സന്തോഷ് മണിയാണിയുടെയും തറവാട് കാരണവർ രാഘവൻ മാണിക്കോത്തിന്റെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. സെക്രട്ടറി കുമാരൻ പി, വൈസ് പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു. തറവാട്ടംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളം മധുരക്കാട് പടിഞ്ഞാറേ വീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട് ഗൃഹപ്രവേശനവും പുനഃപ്രതിഷ്ഠയും പുത്തരി അടിയന്തരവും തെയ്യമാടിക്കലും മെയ് 9-10 തീയതികളായി നടക്കും. ജനറൽ ബോഡി യോഗം ചേർന്നു. പെരളം മധുരക്കാട് പടിഞ്ഞാറേ വീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട് ഗൃഹപ്രവേശനവും പുനഃപ്രതിഷ്ഠയും പുത്തരി അടിയന്തരവും തെയ്യമാടിക്കലും മെയ് 9-10 തീയതികളിലായാണ് നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ജനറൽ ബോഡി യോഗം ചേർന്നു. ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ ഇതിന് സബ് കമ്മിറ്റി വേണം, ഒരു 5 കമ്മിറ്റികൾ ഇതിന് വേണം. അതിന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ അംഗങ്ങളും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് പേര് പറയുമ്പോൾ ഒരാൾ മറന്നു പോകും. അപ്പോൾ ആ മറന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് പറയാം എന്നാൽ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഗംഭീരമാക്കാൻ നമ്മുടെ നാട്ടുകാർ എന്നതാണ് പല ഭാഗത്തും പല വാഗ്ദാനങ്ങളും നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ചടങ്ങിൽ കുട്ടിയൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. പ്രദീപ് തായൽ സ്വാഗതം പറഞ്ഞു. സരസൻ, പ്രസാദ്, രഘു വെളിച്ചപ്പാടൻ, നാരായണൻ വെളിച്ചപ്പാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുങ്കര ചെരിച്ചൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം മെയ് 12-13 തീയതികളായി നടക്കും. ഫണ്ട് ഉദ്ഘാടനം നടന്നു. കിഴക്കുങ്കര ചെരിച്ചൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം മെയ് 12-13 തീയതികളിലായാണ് നടക്കുന്നത്. മെയ് 12-ന് ഊട്ടും വെള്ളാട്ടം നടക്കും. രാത്രി 9 മണിക്ക് സന്ധ്യാവേലയും തുടർന്ന് കളിക്കപ്പാട്ടും കലശം എഴുന്നള്ളത്തും വെള്ളക്കെട്ടൽ ചടങ്ങും നടക്കും. മെയ് 13-ന് തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട് നടക്കും. തുടർന്ന് പ്രസാദ വിതരണം. തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ഭാസ്കരൻ കൂലോം റോഡിൽ നിന്നും സെക്രട്ടറി കുഞ്ഞിരാമൻ സി ഫണ്ട് ഏറ്റുവാങ്ങി. ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുരയുടെ വാർഷിക കൊല്ലന്തോറുമില്ല പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ഫണ്ട് ഭാസ്കരൻ കൂലം റോഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ അശോകൻ കൽപ്പക, രവി മാക്കംവീട്, വിജയൻ ചെരിച്ചൽ, ശങ്കരൻ ചെരിച്ചൽ, പ്രമോദ് അനന്തൻ, വിജയൻ, വിജേഷ്, നാരായണൻ, ചന്ദ്രൻ, അനീഷ, സുരേഷ്, ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിയെന്നും കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ആശങ്കയും വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം കലാജാഥ വേനൽ തുമ്പിക്ക് രാമഗിരി കീറ്റുവളപ്പിൽ സ്വീകരണം നൽകി. കലാജാഥ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
കിഴക്കേ വെള്ളിക്കോത്ത് അറിയാലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാന ലക്ഷം ദീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തരാണ് ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളായത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.